വിവാഹബന്ധം തന്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാണെന്ന് പറഞ്ഞ് 8 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയ ഒരമ്മ. വർഷങ്ങൾക്കിപ്പുറം 21-ാം വയസ്സിൽ ആ മകൾ തന്റെ അമ്മയെ തേടിപ്പിടിച്ചപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് കണ്ടോ? ഒരു മകളുടെ ഹൃദയസ്പർശിയായ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പേജിലൂടെ യുവതി കുറിച്ച വാക്കുകൾ ആരുടെയും കണ്ണു നിറയിക്കുന്നതാണ്. കുറിപ്പ് ഇങ്ങനെ: എനിക്ക് 8 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് അമ്മ എന്നെയും അച്ഛനെയും ഉപേക്ഷിച്ചു പോകുന്നത്. അച്ഛനും അച്ഛൻ്റെ മൂത്ത സഹോദരിയും ചേർന്നാണ് എന്നെ വളർത്തിയത്. അച്ഛൻ്റെ സഹോദരിയെയാണ് ഞാൻ അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. അയൽക്കാരെല്ലാം അത് നിന്റെ അമ്മയല്ല എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു. പക്ഷേ ഞാൻ തന്നെയാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അവർ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തണലായി അച്ഛനുണ്ടായിരുന്നു. എൻ്റെ ആദ്യ ആർത്തവ ദിനം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് വീട്ടിൽ അച്ഛനും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഭയന്നുപോയി എന്നെ ചേർത്തു പിടിച്ച് എല്ലാം ശാന്തമായി പറഞ്ഞു തന്ന് അച്ഛൻ എനിക്ക് ആത്മവിശ്വാസം നൽകി. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങളെ വിട്ടുപോയതെന്ന് അച്ഛൻ വെളിപ്പെടുത്തിയത്. അമ്മയ്ക്ക് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിന് ഈ കുടുംബജീവിതം തടസ്സമാണെന്ന് അവർ വിശ്വസിച്ചു. അച്ഛനുമായുള്ള ബന്ധത്തോട് അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അമ്മ വീട് വിട്ടിറങ്ങി അന്ന് എന്നെയും തോളത്തെടുത്ത് അച്ഛൻ അമ്മയുടെ പിന്നാലെ ഓടിയിരുന്നു. ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും മടങ്ങി വരുമെന്ന് അച്ഛൻ കരഞ്ഞു പറഞ്ഞപ്പോൾ അമ്മ നൽകിയ മറുപടി വളരെ ക്രൂരമായിരുന്നു. വിവാഹത്തിന് മുൻപ് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ഇത് നിങ്ങളുടെ മാത്രം കുഞ്ഞാണ്, എന്റേതല്ല എന്നായിരുന്നു അവരുടെ മറുപടി. തകർന്നുപോയ അച്ഛൻ പിന്നീട് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. ഒരു രണ്ടാനമ്മ വന്നാൽ എന്റെ ജീവിതം എന്താകുമെന്ന ഭയമായിരുന്നു അദ്ദേഹത്തിന്. ഈ കഥകളെല്ലാം എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചു. ഒടുവിൽ 21-ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അമ്മയെ തേടിയിറങ്ങി. അങ്ങനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ അവരെ കണ്ടെത്തുകയും ഒരു സന്ദേശം അയക്കുകയും ചെയ്തു. ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതം മൂളി. കാണാമെന്ന് സമ്മതിച്ചപ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു എനിക്ക്. ഒരുപക്ഷെ എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയാലോ എന്നുവരെ ഞാൻ മോഹിച്ചു. എന്നാൽ ആ കൂടിക്കാഴ്ച എന്നെ തകർത്ത് കളഞ്ഞു. അവർ വന്നത് അവരുടെ മറ്റ് 2 മക്കൾക്കൊപ്പമായിരുന്നു. എന്നെ കണ്ടിട്ടും ഒരു ഭാവമാറ്റവും അവരിലുണ്ടായില്ല. ഒരു അപരിചിതയോടെന്ന പോലെ ഹായ് സുഖമാണോ എന്ന് ചോദിച്ച കാര്യമായ സംഭാഷണങ്ങൾക്കൊന്നും നിൽക്കാതെ അവർ മടങ്ങി. ആ മക്കളോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമെല്ലാം എനിക്കും ലഭിക്കേണ്ടതല്ലേ എന്നോർത്തപ്പോൾ എൻ്റെ ഹൃദയം തകർന്നുപോയി. അപ്പോഴാണ് അച്ഛൻ എനിക്ക് നൽകുന്ന സ്നേഹം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി. എങ്കിലും എൻ്റെ അമ്മയെ ഒരു തവണയെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന ആശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിവാഹിതയാണ്. എൻ്റെ വിവാഹ ദിവസം അച്ഛൻ എന്നെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, അവൾ കുഞ്ഞായിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു പെൺകുട്ടിക്ക് അമ്മയുടെ സ്നേഹം ആവശ്യമാണെന്നും ഇത് നിനക്ക് ഒറ്റയ്ക്ക് കഴിയില്ല എന്നും. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരു അമ്മയും അച്ഛനും ആകാൻ കഴിയുമെന്ന് ഞാൻ തെളിയിക്കും. അത് കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛൻ എന്നോ സ്വന്തമായൊരു ജീവിതം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കാൻ അദ്ദേഹം അതെല്ലാം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇന്ന് ഞാൻ ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അച്ഛനോട് മാത്രമാണ്. എനിക്ക് എൻ്റെ അച്ഛൻ എന്നും ഒരു ഹീറോയാണ്. എന്നെ വേണ്ടെന്ന് വെച്ച അമ്മ വെറും ഒരു സീറോയും. ഇങ്ങനെയായിരുന്നു യുവതി പങ്കുവെച്ച കുറിപ്പ്.